BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിനിടെ കുട്ടികളെ അപമാനിച്ചെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ. കുട്ടികളിൽ പഠനത്തിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും പൊതുവായന കുറവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ സംസാരിക്കുകയാണ് താൻ ചെയ്തതെന്ന് ജലീൽ പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു കുട്ടിയോ മാതാപിതാക്കളോ തങ്ങളെ അപമാനിച്ചെന്ന് പറയുകയാണെങ്കിൽ 100 വട്ടം ക്ഷമ ചോദിക്കാൻ താൻ തയ്യാറാണെന്നും KT ജലീൽ കൂട്ടിച്ചേർത്തു. കുട്ടികളിൽ പഠനത്തിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും പൊതുവായന കുറവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ സംസാരിക്കുകയാണ് താൻ ചെയ്തത്. പൊതുവായന അത്യന്താപേക്ഷിതമാണെന്നും ആ ലക്ഷ്യത്തോടെയാണ് താൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചതെന്നും ജലീൽ വ്യക്തമാക്കി. ഹിന്ദിയിൽ വിലാസം എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു വിദ്യാർത്ഥിയെ വരുത്തിയ ചെറിയ അക്ഷരത്തെറ്റ് തിരുത്തി നൽകിയതിനെ ചിലർ വിവാദമാക്കിയിരിക്കുകയാണ്. തമാശ രൂപേണ കുട്ടികളുടെ ചെവിയിൽ പിടിച്ചതിനെ അവഹേളനമായി ചിത്രീകരിക്കാനാണ് ശ്രമം നടന്നത്. എന്നാൽ സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ യാതൊരു പരാതിയുമില്ലെന്നും ഒരു അധ്യാപകൻ കുട്ടികളെ ഉപദേശിക്കുന്ന രീതിയിലാണ് താൻ പെരുമാറിയതെന്നും ജലീൽ വിശദീകരിച്ചു. പൊതുവിദ്യാഭ്യാസത്തെ താറടിക്കാനാണ് ചിലർ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിലൂടെ ചെയ്യുന്നതെന്നും ജലീൽ ആരോപിച്ചു. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറഞ്ഞുകൊടുത്തത് മോശമായി പോയി, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണ്. സത്യത്തിൽ എനിക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ ബിന്ദു കൃഷ്ണയ്ക്കെതിരെയല്ലേ ആദ്യം കേസെടുക്കേണ്ടത്? അവരല്ലേ ഒരു അംഗനവാടി കുട്ടിയുടെ പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞ് അതൊരു വലിയ വിവാദമൊക്കെ ആയത്. ആ കുട്ടി തന്നെയാണ് പിന്നെ അത് കറക്റ്റ് ചെയ്തത്. അപ്പം ഇതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് കാണുന്നതിന് പകരം ഇതിനെ ഒരു ബ്രോഡ് ക്യാൻവാസിൽ കാണാൻ വേണ്ടി ശ്രമിക്കണം. മന്ത്രിമാരായിട്ടുള്ള ബിന്ദു കൃഷ്ണയോ അല്ലെങ്കിൽ ഷംസുദ്ദീനോ ഒന്നും അധ്യാപകരായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്നതല്ല. അപ്പം അധ്യാപകരായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായ പ്രസംഗങ്ങൾ നടത്തി പോവുക എന്നതിന് പകരം കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് പോകും. അത് സ്വാഭാവികമാണ്. അതിൽ ഒരപമാനവും ഇന്നുവരെ ഒരാൾക്കും തോന്നിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്തു ചെയ്യും? അങ്ങനെ പിന്നീട് ചെയ്യില്ലല്ലോ. അതിൽ പങ്കെടുത്ത ഏതെങ്കിലും കുട്ടികൾക്ക്, ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് മാനഹാനിയായി, അപമാനമായി അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പറയുകയാണെങ്കിൽ മാത്രമല്ലേ ക്ഷമാപണത്തിൻ്റെ ആവശ്യവും മാപ്പിൻ്റെ ആവശ്യവും ഒക്കെ വരുന്നുള്ളൂ. അതവർ പറയട്ടെ, നിങ്ങൾ അവരോടും ചോദിക്കുക. എന്നിട്ട് ആ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കാം. എനിക്കതിൽ ആ കാര്യത്തിൽ ഒരു വാശിയുമില്ല. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മളുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ശക്തിയാണ് അവിടെയും എനിക്ക് ബോധ്യപ്പെട്ടത്. എനിക്കുറപ്പാണ് മറ്റേതൊരു അൺഎയ്ഡഡ് വിദ്യാലയത്തിൽ പോയി ചോദിച്ചാലും ഇത്രയും കുട്ടികളിൽ ഏതാണ്ട് എല്ലാ കുട്ടികളും തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രാപ്തമായതുപോലെ പ്രാപ്തമാകുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവത്തിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഞാൻ ഏതാണ്ട് 1 മണിക്കൂർ പ്രസംഗിച്ചു. ആ 1 മണിക്കൂറിലെ പ്രസംഗം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് ശരിക്കും ബോധ്യമാകും എന്താണ് അവിടെ നടന്നത്, എങ്ങനെയായിരുന്നു ആ ഫംഗ്ഷൻ മുന്നോട്ട് പോയിരുന്നത് എന്ന്. അത് അല്ല, റിപ്പോർട്ട് അവതരിപ്പിച്ച് അതാണ് ഞാൻ പറഞ്ഞത്. അവർ കേസെടുത്തോട്ടെ, അതിനെന്താ? അതിന് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. അവിടെ ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ അപമാനിച്ചു എന്നുള്ളത് ഏതെങ്കിലും കുട്ടികൾ പരാതിപ്പെട്ടാൽ അവരോട് ഞാൻ നിർവ്യാജം മാപ്പും ചോദിക്കും, ക്ഷമാപണവും നടത്തും. അങ്ങനെ പറയാത്തിടത്തോളം കാലം ക്ഷമയുടെയോ അല്ലെങ്കിൽ മാപ്പ് ചോദിക്കലിൻ്റെയോ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. മന്ത്രിമാര് ഇപ്പോൾ എന്തൊക്കെയാണ് പറയുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശം മാത്രമല്ലേ ഉള്ളൂ.
ഇതൊക്കെ ഒരു വിഷയമാക്കി കൊണ്ടുവന്നാൽ നമ്മളുടെ സ്കൂളുകളിൽ അധ്യാപകരെങ്ങനെ പഠിപ്പിക്കും? ഒരപമാനവും ഇല്ല എന്നല്ലേ ആ കുട്ടികൾ പറഞ്ഞത്? കുട്ടികൾ പറഞ്ഞോ ഞങ്ങൾക്കത് മാനഹാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞോ? കാരണം കുട്ടികളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ആ കുട്ടികൾക്ക് ഒരിക്കലും അത് തോന്നില്ല. ഓരോ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ളൊരു ഓഡിയൻസ് ആണ്. ആ കുട്ടികളും ആ കുട്ടികളുടെ രക്ഷിതാക്കളും മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. വേറെ ഒരാളും പങ്കെടുത്തിട്ടില്ല. അതെ അതെ, കാരണം നമ്മൾ ഇപ്പോൾ ഹിന്ദിയിൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ, അറബിക്ക്, ഇതിലൊക്കെ തന്നെ അവനവരുടെ അഡ്രസ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ ഒരു കുട്ടിയോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് എഴുതാൻ പറ്റണം. അപ്പം അങ്ങനെ എഴുതാൻ പറ്റണം എന്നുള്ള ഒരു സതുദ്ദേശത്തിലാണ് നമ്മളിത് പറയുന്നത്. അത് തിരുത്തി കൊടുത്ത ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് തിരുത്താത്തത്. മയ എന്ന് പറയുമ്പോഴും കുഴി എന്ന് പറയുമ്പോഴും അല്ല, മഴയാണ്, കുഴിയാണ്. മയു എന്നുള്ളതിന് പകരം മഴുവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇവര് തിരുത്തിയിരുന്നു. ഇവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമായിരുന്നില്ല. ഒരിക്കലും അല്ല. സാഹചര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരിപാടികൾ, അല്ലെങ്കിൽ അവർ സംബന്ധിക്കുന്ന പരിപാടികൾ, അതിൽ ഞാൻ കുട്ടികളോട് ചോദിക്കും, ഒരിക്കലും തോന്നുന്നില്ല. ബാലാവകാശ കമ്മീഷൻ എന്ത് നടപടി എടുത്താലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. എനിക്കതിനെ 100% ഞാൻ അത് അനുസരിക്കുവാനും തയ്യാറാണ്. ഞാൻ വല്ല ജാമ്യത്തിനോ മുൻകൂർ ജാമ്യത്തിനോ ഒന്നും പോകുന്ന പ്രശ്നമില്ല. അങ്ങനെയാണ് സാധാരണ നമ്മൾ ഒരാളെ നമ്മൾ പോയിന്റ് ചെയ്യുമ്പോൾ അയാളെ അപമാനിക്കാനല്ല സാധാരണ ശ്രമിക്കുക. ആരും ചെയ്യേണ്ടത് നിങ്ങളും അതാണല്ലോ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്ന് പറയുന്ന ആ ഒരു ടേമിൽ അതിനെ കാണാൻ കഴിയാത്ത ആളുകളാണ് ഇത് വിവാദമാക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.